ഇന്നിത്തിരി നേരത്തെ ജോലി കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. നമ്മൾ 3 പേരും കൂടെ ഇവിടെ വരെ വന്നതാണ്. ഇതാണ് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ കൂടി നടന്നിരുന്ന കത്തോലിക്ക പള്ളി, സെൻറ്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി. ഇങ്ങോട്ട് വന്നത് നമ്മൾ സെമിത്തേരിയുടെ ചാവി മേടിക്കാനാണ്. ഇവിടുത്തെ സെമിത്തേരി പള്ളിയോട് ചേർന്നല്ല, കുറച്ചങ്ങോട്ട് മാറിയാണ്. ഞാനും മുത്തും കൂടി ഇങ്ങോട്ട് വന്നത്. മോനുകുട്ടനെ ഞാൻ അവിടെ കുക്കും ജാനിക്കുട്ടിയും കുഞ്ഞോനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവരുടെ കൂടെ അവിടെ നിർത്തി. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് മേടയിൽ പോയി അച്ഛനെ കണ്ടു, താക്കോലൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അച്ഛൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു, സെമിത്തേരിയിൽ ആരാണുള്ളതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞു നിന്ന കൂട്ടത്തിൽ പള്ളിക്കകമൊക്കെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പള്ളിയുടെ ചാവി എടുത്തു തന്നു കേട്ടോ. അത് ഈ വാതിലിൻ്റേതാണ്, ഇത് തുറന്ന് പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. നമ്മൾ സെമിത്തേരിയിൽ ഇടയ്ക്ക് പോകുമ്പോഴെല്ലാം ഇവിടെ വന്ന് ചാവി വാങ്ങിച്ച് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പള്ളിക്കകത്തൊന്നും അങ്ങനെ കയറാറില്ല. ഏകദേശം ഒരു 15 വർഷത്തോളമായി ഞാൻ ഈ അൾത്താരയുടെ മുമ്പിലോട്ട് വന്നിട്ട്. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു ഇടമാണിത്. എൻ്റെ പപ്പയോടൊപ്പം വന്നതും സൺഡേ സ്കൂൾ പഠിച്ചതും ഒരുപാട് തുള്ളിക്കളിച്ച് നടന്ന ഒരു ബാല്യത്തിൻ്റെ ഓർമ്മ മുഴുവൻ ഇവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അകത്ത് കയറി ആൾത്താരയ്ക്ക് മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് തകർന്നു പോയി എന്ന് വേണം പറയാൻ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചാവിയൊക്കെ മേടിച്ചത് ഇവിടെ വന്നു. അവർ മഴച്ചാറ്റിലുള്ളത് കൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നേ. പപ്പയുടെ ഓർമ്മയല്ലാത്ത ദിവസങ്ങളിലും നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഉൾവിളി തോന്നുന്ന സമയത്തൊക്കെ ഇവിടെ വരാറുണ്ട്. പിന്നെ പപ്പയുടെ ഓർമ്മ ദിവസവും ദുഃഖ ശനിയാഴ്ചയുടെ ശുശ്രൂഷയും ഒന്നും നമ്മൾ മുടക്കാറേ ഇല്ല. എല്ലാ കൊല്ലവും ഇവിടെ വന്ന് അതിൽ പങ്കെടുക്കും. പിന്നെ ഒരു സമയം വരെ ഞാനും മുത്തും കൂടെ ഇവിടെ കുർബാനയിലൊക്കെ പങ്കെടുക്കാൻ വരുമായിരുന്നു. ഞാൻ അമ്മയുടെ കൂടെയൊക്കെ ആയിരിക്കുന്ന സമയത്തൊക്കെ മുത്ത് കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 3-4-5 വയസ്സ് വരെയൊക്കെ ഞങ്ങൾ ഇവിടെ കത്തോലിക്ക പള്ളിയിൽ കുർബാന കൂടുമായിരുന്നു. അവിടുന്ന് കല്യാണം കഴിച്ച് ഓർത്തഡോക്സിലോട്ട് പോയതുകൊണ്ട് പിന്നെ അവിടുന്ന് കുർബാന സ്വീകരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷേ കാലം എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും എങ്ങോട്ട് ഓടിപ്പോയെന്ന് പറഞ്ഞാലും ഇവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഓർമ്മകൾ അതെന്തൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. 27 വർഷങ്ങളായി ഒരാളിവിടെ സമാധാനത്തോടെ ഉറങ്ങുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം ഒരച്ഛൻ പ്രഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഇടം സെമിത്തേരിയാണെന്ന്. കാരണം അവിടെ ഉറങ്ങുന്നത് ഒരുപാട് സ്വപ്നങ്ങളും ആശയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയല്ലേ. അതൊരു സത്യമാണല്ലേ. അപ്പോൾ ഇവിടെ നിറച്ച് കാട് കയറി കിടക്കുമായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ വൃത്തിയാക്കി. മഴ പെയ്യുന്നത് കൊണ്ട് അത്ര കണ്ടൊന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ഒന്ന് അലങ്കരിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചു. പിന്നെ മോനുകുട്ടനും മുത്തും അവിടെ ഒരു കല്ലറയിൽ തിരി കത്തിക്കാൻ പറഞ്ഞു വിട്ടതാണ് ഞാൻ. നമുക്ക് അന്നും ഇന്നും ഒരു സ്ഥാനമില്ലാത്ത ഇടമായിരുന്നു അത്. പക്ഷേ എന്തായാലും അവിടെ ഒരു തിരി കത്തിക്കാതെ പോരുക എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വലിയ അമ്മച്ചിയുടെ കല്ലറയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുന്നു. ഇവിടെ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നത് കേട്ടോ, ഹാപ്പി മാർട്ടിൽ. ഇന്ന് നമുക്ക് ക്രിസ്തുമസിനിടാനുള്ള സ്റ്റാറും ഡെക്കറേഷനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നോർത്തെ. മോനുകുട്ടനും കൂടി ഉള്ളപ്പോഴേ അത് വാങ്ങാൻ പറ്റുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അവൻ യുദ്ധം നടത്തും. എല്ലാ തവണയും ഡിസംബർ 3-ന് പപ്പയുടെ ഓർമ്മ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ സ്റ്റാറൊക്കെ ഇടുന്നത്. പിന്നെ ആരോ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചായിരുന്നു അമ്മ വന്നില്ലേന്ന്. അമ്മയ്ക്ക് വയ്യായിരുന്നത് കൊണ്ട് കൊണ്ടുപോയില്ല കേട്ടോ. ഇത് മേടിക്കും. നോക്കും, അവിടെ തന്നെ ഉണ്ടല്ലോ. അത് മതി. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഉണ്ട്, ക്രിസ്മസ് ട്രീയുടെ മതി. കുറെ കാറുണ്ട് ആകെ പച്ചയും വെള്ള സ്നോബോളൊക്കെ വെള്ളം എടുക്കാം. അരെ എന്റെ വില കണ്ടോ? അയ്യോ
അമ്മമ്മയ്ക്ക് നല്ല കളറുള്ളതൊക്കെ വേണം. അമ്മ അമ്മമ്മയ്ക്ക് കൂടെ എടുക്കും. എത്ര? ഇത് കൊള്ളാം. ഇത് ഫുള്ളും എടുത്തോളൂ. മറ്റേ ചിയ സീഡ്സ് എന്ന് പറഞ്ഞിടുന്ന എന്തോ സാധനം. സ്റ്റാർ നമ്മുടെ എടുക്കേ. നമ്മുടെ മഴയൊക്കെ നനഞ്ഞ് സെമിത്തേരി പോയി. ജാനിക്കുട്ടിയും കുഞ്ഞോനും കുക്കു വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ നനഞ്ഞാണ് എല്ലാവരും പോയത്. പിന്നെ പിന്നെ വന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നു. അവർക്കിപ്പം എന്താ തട്ടുദോശ കഴിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്ത കാരണം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അത് രാത്രിയാവും തട്ടുദോശ തുടങ്ങണമെങ്കിൽ. നമ്മുടെ അവിടെയൊക്കെ തട്ടുകടകൾ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 9 മണിയെങ്കിലും ആകും. ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് പോയി കഴിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നിനും വയ്യ. കാരണം ആ മഴ നനഞ്ഞു, അതിൻ്റെ കൂടെ വല്ലാത്ത അലച്ചിലായിരുന്നു. എനിക്ക് മനസ്സിന് സുഖമില്ല അങ്ങനെ പോകാൻ. അപ്പം ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പോവാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. അപ്പോൾ പിന്നെ മഴ കണ്ടപ്പോൾ ഒരു മടിയൊക്കെ തോന്നി, പിന്നെ ഇങ്ങ് പോരുന്നു. അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്, അവിടെ ദോശ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ചോറിച്ചിരി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അത് കഴിക്കായിരുന്നു. അപ്പോൾ ദോശ മതി എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ആളെ വിളിക്കും, ചോദിക്കട്ടെ. വന്നതേ ഉള്ളടാ. ഞങ്ങള് സെമിത്തേരി പോയി, മഴയായിരുന്നു. മഴ നനഞ്ഞ്. അപ്പം നമുക്ക് സ്റ്റാർ വേണമായിരുന്നു. അമ്മയ്ക്ക് ഒരു സ്റ്റാർ വേണം. എന്നിട്ട് അതൊക്കെ വാങ്ങിച്ചു. നമ്മൾ ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ, ഡെക്കറേഷനുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം പിന്നെ വേണമെന്നൊക്കെ ഇച്ചിരി മേടിച്ചിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് മോനിക്കുട്ടൻ മേടിച്ചതാണ് കുറേയൊക്കെ. ഗ്രീൻ ചില്ലിയുടെ സോസ്. രാവിലെ നൂഡിൽസ് ഉണ്ടാക്കിയപ്പോൾ മുത്ത് ചോദിച്ചു, പക്ഷേ ഇവിടെ തീർന്നിരിക്കുമായിരുന്നു. ഇത് അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് ഈ ഹാർഡ് ബ്രഷ് വെച്ചാൽ പല്ല് തേച്ചാലേ പറ്റത്തില്ല. കുറച്ച് സാധനം ഇതിനകത്തുണ്ട്. മുത്തിന് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. പിന്നെ വേണ്ടി ഈ വൈറ്റ് ഈ ഡെക്കറേഷനുള്ള സാധനം, സ്റ്റാർ മേടിച്ചു, ബൾബ്, പിന്നെ മെരി ക്രിസ്മസിൻ്റെ ഒരു സ്റ്റിക്കർ. ഇത്ര സാധനം മേടിച്ചു കേട്ടോ. പിന്നെ കുറേ ബ്രീഫുണ്ട്. നമുക്ക് അതൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ട്രീ വയ്ക്കാം. നമുക്ക് 2 LED സ്റ്റാർ ഉണ്ട്. അത് പോരാ, പുതിയത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചതായത്. ഇത് കത്തിച്ച് കഴിഞ്ഞാലല്ലേ ഇതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ. അപ്പം ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. മിക്കവാറും നമ്മളെല്ലാ വർഷവും വാൽനക്ഷത്രമാണ് വാങ്ങാറുള്ളത്. ഇത്തവണ എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് കളറിൽ ഈ ഗ്ലിറ്ററൊക്കെ, റെഡ് കളറിലെ ഗ്ലിറ്ററൊക്കെ ഉള്ള ഒരു സ്റ്റാർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്തോ ഒരു ഡാമേജ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. ഇത് നല്ലതല്ലേ. അപ്പം ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ കേട്ടോ. സ്റ്റാർ നാളെ തന്നെ ഇടും കേട്ടോ. ക്രിസ്മസ് ട്രീ ഒരുക്കാൻ ശനിയാഴ്ച എങ്ങനെ പറ്റുള്ളൂ, അല്ലാതെ ഇടയ്ക്കൊന്നും സമയം കിട്ടുന്നില്ല. അപ്പോൾ അമ്മയ്ക്കും സ്റ്റാർ ഇട്ട് കൊടുക്കണം. ഇവിടെ നമുക്ക് സ്റ്റാർ ഇടും. പിന്നെ ഞാനൊന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. മഴ നനഞ്ഞതായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും ഉണ്ട്. മനസ്സിനും ഒരു രസമില്ല കേട്ടോ. അതുകൊണ്ട് ഇത് ഇപ്പം നമ്മൾ മേടിച്ച ഇത് മോനിക്കുട്ടനെ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുത്തതാണ്, ഹാപ്പി മാർക്കിൻ്റെ അങ്കിള് കേട്ടോ. ഇത് നമുക്ക് ഡെക്കറേഷനുള്ളത് വാങ്ങിച്ചത്.
കുളിച്ച് പ്രിയങ്ങളെ. ഞാനിന്ന് ഒരിക്കലും വിചാരിച്ചില്ല പള്ളിക്കകത്ത് കയറാൻ പറ്റുമെന്ന് കേട്ടോ. അച്ഛനെ ചാവി എടുത്ത് തന്നിട്ട് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. വിഷമം തോന്നി ഇന്ന് പള്ളിക്കകത്ത് കയറിയപ്പം. കാരണം എൻ്റെ കുട്ടിക്കാലം, ഞാനും ആങ്ങളെയും കൂടി പള്ളിയിൽ പോകുന്നത്, നൊവേനയിൽ പങ്കെടുക്കുന്നത്, കൊന്ത സമ്മാനം വാങ്ങിക്കുന്നത്, അത് പള്ളിയിൽ ആദ്യം ചെല്ലുന്ന കുഞ്ഞുങ്ങൾക്ക് കൊന്ത കൊടുക്കുമായിരുന്നു അന്ന് സമ്മാനമായിട്ട്. ഞങ്ങൾക്ക് എന്തോരം കൊന്തകളാണ് വാങ്ങി കൂട്ടി വെച്ചിരുന്നതെന്നറിയാം. അപ്പം നമുക്കൊരു 1 കിലോമീറ്ററോളം നമുക്ക് പള്ളിയിൽ നിന്ന് വീട്ടിലോട്ട് ദൂരമുണ്ട്. ഞങ്ങൾ രാവിലെ 6:30 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഒറ്റ ഓട്ടത്തിന് പള്ളിയിൽ വരും. അവിടെ വരെ ഓടും ചില ദിവസങ്ങളിലൊക്കെ. അപ്പം പള്ളിയിൽ പോകുന്നത്, പപ്പയുടെ കൂടെ തിരിച്ച് പള്ളി കഴിഞ്ഞ് പോകുന്നത്, എന്താ പറയുന്നത്, എല്ലാം ആ ഒരു സമയത്തിനുള്ളിൽ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ അങ്ങ് പാഞ്ഞു പോവായിരുന്നു. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പുറമോട്ട് കുറേ ഇങ്ങനെ പോകുന്ന തോന്നില്ല. അതേപോലെ എനിക്കങ്ങ് കരയണോ എന്താ പറയേണ്ടി, അങ്ങ് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ആ പള്ളിമുറ്റത്തൊക്കെ ഓടി നടന്ന ബാല്യത്തിലൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ അനർത്ഥങ്ങളും എന്താ പറയുന്നത് രോഗദുരിതങ്ങളും ഈ ഒറ്റപ്പെടലും വേദനയൊക്കെ നമ്മളെ കാത്തിരിക്കുന്നു നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. നമ്മൾ വളരെ സന്തോഷത്തോടെ എന്താ പറയുന്നത് ഓടിച്ചാടി കളിച്ച് നടന്നൊരു മണ്ണാണത്. അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഫീല്. അവനുകുട്ടിനും മുത്തും കൂടെ പോയിട്ട് കണ്ടില്ല. അത് താമസമുണ്ട്. അന്നേരം ഉണ്ടാക്കി എടുത്താൽ കൊടുക്കുക. അത് അന്നേരം വെയിറ്റ് ചെയ്ത് ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ല അവിടുത്തെ കടലക്കറിയൊക്കെ സൂപ്പറാണ്. അതിന് ഇന്ന് കടലക്കറി ഞാനിത് പറഞ്ഞതുകൊണ്ട് കിട്ടുമോയെന്ന് അറിഞ്ഞുകൂടാ. വെയിറ്റ് ചെയ്യും. രാവിലെ ഇടാക്കള. ഇനിയിപ്പോ ഇരുട്ടത്ത് വേണ്ട, മഴയല്ലയോ. ചില്ലറ മനസ്സിലാക്കോ എന്തിനാ? അത് വാങ്ങിക്കാത്തില്ല. വെള്ളം കുടിക്കാൻ കഴിക്കാം. കഴിച്ചിട്ട് കിടക്കാം. കിടക്കുന്നതല്ല, എൻ്റെ ഇടയ്ക്ക് ജോലിയുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, 2-3 വീഡിയോ എഡിറ്റ് ചെയ്ത് വെക്കാനുണ്ട്. കാരണം നമ്മൾ ഹാപ്പി മാർട്ടിലെ വീഡിയോ എടുത്തത് നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം സീസൺ കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസിന് മുമ്പേ സാധനങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയി മേടിക്കുന്നെങ്കിൽ മേടിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, ജോലികളുണ്ട്. അപ്പോൾ കഴിച്ചേം വെച്ച് ആ പണികളിലേക്കാണ് കിടക്കാം. ചൂടുവെള്ളമാക്കണം. ഈ കട്ടങ്ങട്ട് കുടിക്കാൻ പറ്റത്തില്ല. അമ്മ ഒരു പൊറോട്ടയും 2 ദോശയും കഴിക്കും. ഒരു പൊറോട്ടയും 2 ദോശ നല്ലതാ. അല്ല, ഒരു പൊറോട്ട 1 ദോശ കഴിക്കാൻ അമ്മ കഴിച്ചോളാം. അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അവിടെ പോകും ദോശ ഉണ്ടാക്കുന്നൊന്നും എനിക്കറിയത്തില്ല. അമ്മ ഗ്രീൻ ടീ ഇടാൻ പോവാണ്. അമ്മയ്ക്ക് ഗ്രീൻ ടീ പോലെ അത് ഇടാൻ അറിയത്തില്ലേ? അങ്ങനല്ല, മേളിൽ കൂടെ ഉണ്ട്. താടി മാത്രമേ ഉള്ളൂ, മീശയില്ല പൂപ്പൻ. അല്ല, അത് മേളിൽ കൂടെ തോന്നിയിട്ടുണ്ട്. ശരി കേട്ടോ, കറക്റ്റ് സൈസ് മതി. കണ്ടോ, കൊണ്ടുവെക്ക, ക്രിസ്മസിനിടാം. രാമന് ഞാൻ 3 മതി. ഇതെന്താ ചെയ്യണ്ടേ? തേയിലയാടാ. ഇതിങ്ങനെ ഇട്ടാൽ മതി അടിയിട്ട്. ഇതിനകത്ത് വെള്ളം തിളയ്ക്കുന്നുണ്ട്. എത്ര എണ്ണം? ഒന്നായിട്ട് അങ്ങനത്തെ കടുപ്പോ 3 പേർക്കും കൂടെ ഉള്ളു. 2 വേണം. ഭയങ്കര കടുപ്പോ. ഇത് എന്നിട്ട് നോക്കിയിട്ട് വേണം. ഇത് എടുക്കണ്ടേ ചേച്ചാ? സ്പൂൺ വെച്ചെടുക്കണ്ടേ? കടലയോട് ഇത്ര ഇഷ്ടമുള്ള കുടുംബം എന്തിരിക്കാണ്? അങ്ങനൊന്നും അല്ല. ഒരു പൊറോട്ടയും 1 ദോശയും എടുത്തിട്ടുണ്ട് പ്രിയങ്ങളെ. എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ കടല. സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. മതി. ഇനിയും ഗ്രേവിയും കൂടി ഒഴിക്കട്ടെ. പുതിയ ഗ്രേവി ഗ്രേവി ഒഴിച്ചു. ഗ്രേവി. അപ്പോൾ നമുക്ക് ഇന്നത്തെ അത്താഴം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ശരിക്കും പറഞ്ഞാൽ ചോറുണ്ണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്.
മതി. അപ്പോൾ ഇന്ന് ഇങ്ങനെ അങ്ങ് പോവാം അല്ലേ? ദോശ ഇല്ലയോ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവാ? ദോശ കഴിക്കാം. എടുത്ത് വെച്ചേക്കണം, കറി എടുക്കാം ആവശ്യത്തിന്. എന്നിട്ട് മേലെ നോക്കി കൈവച്ചുണ്ടല്ലോ ഇങ്ങനെ എന്റെ മുഖത്തൊട്ടി. ഇനി എനിക്ക് എന്റെ കൂടെ കിടക്കുകയോ വേണ്ട, എനിക്ക് മേലെ നോക്കാം. അമ്മ ഇവനല്ലേ കട്ടിലുണ്ടാക്കിയേ? ഉള്ള നീലവെള്ളം ഇട്ട് മാറ്റി കുടിച്ച് വെച്ച് കാപ്പി കുടിക്കണ്ട. കൊച്ചിനെ പുറത്തോണ്ട് തിളച്ച വെള്ളം വെച്ചു എന്തുവാണ് അവരായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഓട്ടെ കഴിക്കാൻ പോവാണ് പ്രിയങ്ങളെ. കഴിച്ചിട്ട് വരാം. നമസ്കാരം. വാർത്തകളിൽ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഓക്കെ, ബൈ ബൈ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.